ലോകത്തെ ഏറ്റവും സുപ്രധാനമായ രണ്ട് കടൽപ്പാതകളും ഇപ്പോൾ കപ്പൽ ഗതാഗതത്തിന് പറ്റാത്ത വിധമുള്ള ഒരു പ്രത്യേക അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇന്ന് നമ്മൾ കണക്ക് നോക്കുമ്പോൾ ചെങ്കടലിൽ ഹൂത്തി വിഭാഗക്കാർ കപ്പലുകൾക്ക് മേൽ ആക്രമണം നടത്തുന്നു. സൗദി അറേബ്യയുടെ ഒരു കപ്പലിന് കേടുപാടുകൾ പറ്റിയെന്നും ശക്തമായ ആക്രമണമായിരുന്നുവെന്നും അതിൻ്റെ ഉത്തരവാദിത്വം രണ്ട് കപ്പലുകളുടെ മേലുണ്ടായിരുന്ന ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഹൂത്തി വിഭാഗം ഏറ്റെടുത്തെന്നും റിപ്പോർട്ടുകൾ വരികയാണ്. മറുവശത്ത് ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോയാൽ ഇറാൻ ആക്രമണം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് യുഎൻ്റെ മേധാവി അന്റോണിയോ ഗുട്ടറസ് പറയുന്നത്, ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് സങ്കല്പിക്കാൻ പറ്റാത്ത വഷളായ ഒരു സാഹചര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് വന്ന് നിൽക്കുന്നു എന്ന്. അമേരിക്കൻ സേന US സെൻട്രൽ കമാൻഡ് ഇറാനുമേൽ അതിശക്തമായ ആക്രമണം ഇന്നലെ രാത്രിയും തുടർന്നു. അതിൻ്റെ തിരിച്ചടി ഇന്ന് രാവിലെ പതിവ് പോലെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നടന്നു വരുന്നത് പോലെ കുവൈറ്റിലേക്കും ജോർദാനിലേക്കും ഇറാൻ്റെ ഭാഗത്തുനിന്ന് മിസൈലുകൾ പോയി. അമേരിക്കയുടെ സേനാ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈലുകൾ പാഞ്ഞു എന്ന റിപ്പോർട്ടും ജോർദാൻ പല മിസൈലുകളെയും പ്രതിരോധിച്ചു എന്ന റിപ്പോർട്ടും വരികയാണ്. വളരെ പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, കോർഫക്കാൻ ഫുജേറ റോഡിൽ ഒരു UAE സ്വദേശി കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ നിർത്തിയിട്ടിരുന്ന ട്രക്കിൽ പോയി ഇടിച്ചിട്ട് 28 വയസ്സുള്ള മാതാവും 1 വയസ്സുള്ള കുഞ്ഞും തത്സമയം മരണമടഞ്ഞു എന്ന റിപ്പോർട്ട് വരികയാണ്. വാഹനം ഓടിച്ചിരുന്ന പിതാവ്, 3 വയസ്സുള്ള മകൾ, രണ്ടുപേരും പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ വരികയാണ്. ഫുജേറ കോർഫക്കാൻ റോഡിൽ നടന്ന ഈ അപകടം സംബന്ധിച്ച് പോലീസ് പറയുന്നത്, എല്ലാവരും വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അതീവമായ ശ്രദ്ധ വാഹനം ഓടിക്കുന്നതിൽ തന്നെ വേണം. പ്രത്യേകിച്ച് നിർത്തിയിട്ടിരിക്കുന്ന വാഹനം ശ്രദ്ധയിൽപ്പെട്ടാൽ വേഗത കുറയ്ക്കാൻ ശ്രമിക്കണം. ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ചുറ്റുവട്ടത്തുണ്ട്, അപ്പുറത്തെ ലൈനിൽ എന്തൊക്കെയാണ്, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നോക്കാൻ ബാധ്യസ്ഥരാണ് ആ സീറ്റിലിരിക്കുന്ന ഓരോരുത്തരും. ഏതായാലും ഈ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന അതിദാരുണമായ ഈ സാഹചര്യം എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി ഇന്ന് ഖബറടക്ക ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ നൂറുകണക്കിന് ആളുകൾ വിതുമ്പി പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പറയുകയാണ്. യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ചെങ്കടൽ ഭാഗത്തും ഇങ്ങനെ ആക്രമണം ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്യൻ യൂണിയൻ അതീവ ദുഃഖവും നിരാശയും പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഹൂത്തി വിഭാഗക്കാർ നടത്തുന്ന ഈ ആക്രമണത്തെ എല്ലാവരും അപലപിച്ചിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പിലേക്ക് ഇനിയിപ്പോൾ എങ്ങനെയാണ് എണ്ണ പോവുക? ഓരോ രാജ്യങ്ങളായിട്ട് വന്ന് ഇപ്പോൾ ഇതിൻ്റെ നിലപാട് അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ജർമ്മനി തങ്ങൾ അതീവ ദുഃഖിതരാണ് എന്നറിയിച്ചു. പ്രത്യേകിച്ച് ബ്രിട്ടൻ ഇറാനിൽ നിന്നുള്ള തങ്ങളുടെ എംബസി ഉദ്യോഗസ്ഥരെ എല്ലാം പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പം ലോകമെങ്ങും നടക്കുന്നൊരു സുപ്രധാന ചർച്ച ഇതുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഒരു നിർദ്ദിഷ്ട അമേരിക്ക സൗദി ന്യൂക്ലിയർ കരാർ വരാൻ പോകുന്നു എന്നൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നു. സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവോർജം വികസിപ്പിച്ചെടുക്കാൻ സൗദി അറേബ്യയെ അമേരിക്ക സഹായിക്കുന്ന ഒരു പുതിയ കരാർ വരാൻ പോവുകയാണ് എന്ന്. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇസ്രയേലിനെ അംഗീകരിക്കുന്ന എബ്രഹാം കരാറുണ്ടല്ലോ, അതിൽ സൗദി അറേബ്യ ഒപ്പിട്ടാൽ മാത്രമേ ഇത് പൂർണ്ണമായി സാധ്യമാകൂ എന്നൊരു മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ സാധ്യമായാൽ മേഖലയിൽ സമാധാനം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിൻ്റെ ഓഫീസും ഇന്നൊരു സ്റ്റേറ്റ്മെൻറ്റിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ്. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ എണ്ണവില അതിരൂക്ഷമായി ഉയരുന്നു എന്നൊരു സൂചന. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൻ്റെ പാതയും അടയുന്നു, ഇപ്പുറത്ത് റെഡ് സീയുടെ പാതയും അടയുന്നു എന്ന് വന്നാൽ ലോകം എന്തായി മാറും? ഈ സാഹചര്യത്തിൽ എണ്ണവില കുതിച്ചു വരാൻ നിൽക്കുന്നു, 100 കടന്ന് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാരലുമായി ബന്ധപ്പെട്ട എണ്ണവിലയുടെ കണക്കുകൾ വരികയാണ്. UAEയിൽ ഗോൾഡൻ വിസയുള്ളവർക്ക് ഒരു ആശ്വാസ വാർത്ത. ഇപ്പോൾ സമ്മറിലൊക്കെ അവധിക്ക് വേണ്ടി പുറത്തു പോയിട്ട് ഏതെങ്കിലും സാഹചര്യത്തിൽ പാസ്പോർട്ട് നഷ്ടമാവുകയോ മറ്റോ ചെയ്താൽ ഈ ഗോൾഡൻ വിസയുടെ രേഖ കാണിച്ചാൽ 1 വേ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ UAEയിലേക്ക് തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യം മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്നറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇവിടെ വന്നതിന് ശേഷം പിന്നെ പാസ്പോർട്ടൊക്കെ റെഡിയാക്കാനുള്ള ഒരു സാവകാശം സമയം കിട്ടുമല്ലോ എന്ന കാര്യത്തിൽ ആശ്വാസം. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Asina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.